Hello everyone. I am going to start a new series of classes aimed at completing pharmacology portion in a concise way. For this, I have taken K.D. Tripathi as a reference text, and we all know it is a standard book for pharmacology. So, in this first class, I will be dealing with the introductory portion of pharmacology, and then we can move forward and deal with the other more important portions. Okay. I don't mean that introductory portion is not important, but questions are less asked for from this portion, right? So this class will be in Malayalam, and it is mainly meant for Keralite students. Okay, and this class can be used by people who are pursuing courses in nursing, or we can say medical students, then pharmacy students, any of the paramedical courses, those who have this pharmacology as a subject in their course, okay, can follow this lecture. So here we'll be dealing with each portion in depth, not the introductory portion but other portions which we'll deal later. We'll be dealing in depth, so you can rely on this. Okay, so here you can see certain lines which have been underlined. So these are the important points. This is and this portion, you can see this is a cutout from your text only. It is K.D. Tripathi only. So you will be feeling as if you are reading the book and someone is narrating to you. Okay, so we'll move on to this. Fine. Now we'll start with introduction. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഫാർമക്കോളജി എന്താണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സയൻസ് ഓഫ് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സിനെ കുറിച്ചുള്ള പഠിത്തം, ഡ്രഗ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് പഠിത്തത്തിന് നമ്മൾ എന്താ പറയുക? ഫാർമക്കോളജി. അതാണ് ഗ്രീക്ക് വേർഡായ ഫാർമക്കോണും ലോഗോസും, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് ഫാർമക്കോളജി. ഫാർമക്കോൺ എന്ന് പറയുമ്പോൾ ഡ്രഗ്, ലോഗോസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ്, ഓർ അതർവൈസ് വി ക്യാൻ സേ ഡിസ്കോസ് ഇൻ. അപ്പോൾ അതിന് മൊത്തത്തിൽ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്റ്റഡി ഓഫ് ഡ്രഗ്സ് ഓർ ഡിസ്കോസ് ഇൻ ഡ്രഗ്സ്, ഡ്രഗ്സിനെ കുറിച്ചുള്ള പഠിത്തം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ വെളിയിൽ നിന്ന് ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ നമ്മുടെ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ പോയി എത്തിയാൽ അത് നമ്മുടെ ബോഡീനെ എങ്ങനെ ബാധിക്കും, എന്തൊക്കെ എഫക്ട്സ് അത് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു സാധനം എത്തിയാൽ, വെളിയിൽ നിന്ന് ഉള്ള ഒരു സാധനമാണല്ലോ, അത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിയാൽ നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം വേറെ. അതുകൂടാതെ അതിനെ എന്തൊക്കെ ചെയ്യും, നമ്മുടെ ബോഡിയിൽ നിന്ന് വെളിയിൽ തള്ളാൻ വേണ്ടി അത് എന്തൊക്കെ ചെയ്യും. എന്തൊരു സാധനം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അല്ലാത്തൊരു സാധനം നമ്മുടെ ബോഡി എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അതിന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തും, അത് നമ്മൾ ഇതിൽ പഠിക്കും. ഓക്കെ, പക്ഷേ ഇതിൽ മെയിൻലി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ, അത് സേഫായിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് അതിനെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതാണല്ലോ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. അതും കൂടി ഇതിൽ നോക്കും. ഓക്കെ, ഇപ്പോൾ ഇതിലെന്താ പറയണേ? ഇറ്റ് ഡീൽസ് വിത്ത് ഇൻട്രാക്ഷൻ ഓഫ് എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് കെമിക്കൽ മോളിക്യൂൾസ് വിത്ത് ലിവിക് സിസ്റ്റം. സോ ഈ എക്സോജീനിയസ്, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനം നമ്മൾ എക്സോജീനിയസ് എന്ന് പറയാം. നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയാം? എക്സോജീനിയസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ എക്സോജീനിയസ് ആയ സാധനം നമ്മൾ ബോഡിക്ക് കൊടുത്തു കഴിയുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. ഓക്കെ, പിന്നെ എൻകംപാസസ് പറയുമ്പോൾ ഇൻക്ലൂഡ്സ്, ഓക്കെ, എല്ലാ ആസ്പെക്ട്സ് ഓഫ് ഡ്രഗ്. ഓക്കെ, ഫാർമക്കോളജിയിൽ എന്താണ് കംപ്ലീറ്റ് ആസ്പെക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. എസ്പെഷ്യലി ഏത് കാര്യങ്ങൾ, അതിനെങ്ങനെയാണ് സേഫായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യാൻ പറ്റുകയെന്ന്. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഫാർമക്കോളജീൻ്റെ ഫാദർ ആരാണ് ഫാർമക്കോളജീൻ്റെ പിതാവ്? അറിഞ്ഞിരിക്കേണ്ടതാണ്, എക്സാമിൽ ആരും ചോദിക്കില്ല, ബട്ട് വി മസ്റ്റ് നോ, റൈറ്റ്? സോ ഇറ്റ് ഈസ് ഓസ്വേൾഡ് സ്മീഡ്ബർഗ്. ഓക്കെ, ഓസ്വേൾഡ് സ്മീഡ്ബർഗ് ഈസ് ദി ഫാദർ ഓഫ് ഫാർമക്കോളജി. അപ്പോൾ ഞാൻ ആരെങ്കിലും ചോദിക്കണം വാട്ട് ഈസ് ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റഡി ഓഫ് ഡ്രഗ്സ്, ഡ്രഗ്സിനെ കുറിച്ചുള്ള പഠിത്തമാണ്. നമ്മുടെ ബോഡിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ബാധിക്കുക, നമ്മുടെ ബോഡി എങ്ങനെയാണ് ഡ്രഗിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അതിനെങ്ങനെയാണ് പുറന്തള്ളുന്നത്, അതിന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഫാർമക്കോളജിയിലാണ് പഠിക്കുന്നത് മെയിൻ. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ഹെഡിങ്, ദറ്റ് ഈസ് ഫാർമക്കോ ഡൈനാമിക്സ്. പിന്നെ ഫാർമക്കോളജീൻ്റെ 2 ഡിവിഷൻസ് ആണുള്ളത്. ഫാർമക്കോളജി നമ്മൾ ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 ഡിവിഷനാണ് ഉണ്ടാവുക, ഫാർമക്കോ കൈനറ്റിക് പോർഷനും ഫാർമക്കോ ഡൈനാമിക് പോർഷനും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വിൽ സി വാട്ട് ഫാർമക്കോ ഡൈനാമിക്സ് ആർ. ഓക്കെ, ഇപ്പോൾ ഈ ഡൈനാമിക് എന്ന് പറയുമ്പോൾ
നമ്മൾ ആദ്യം എന്താ ആലോചിക്കേണ്ടത് പറഞ്ഞാൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് ഓർത്താൽ മതി. നമുക്ക് വേഗം മനസ്സിലാവും എങ്ങനെ. ഡ്രഗ് നമ്മുടെ ബോഡിയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് വ്യത്യാസങ്ങൾ വരുത്തുന്നത് ഓക്കെ, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതാണ് എന്ത് ഫാർമക്കോ ഡൈനാമിക്. വാട്ട് ഡ്രഗ് ഡസ് ടു ദ ബോഡി, വാട്ട് ഇറ്റ് ഡസ് ടു ദ ബോഡി, നമ്മുടെ ബോഡീനെ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫാർമക്കോ ഡൈനാമിക്സ്. അപ്പോൾ ഞാൻ ഒരു മരുന്ന് കഴിച്ചു, എൻ്റെ ഹാർട്ട് റേറ്റ് കൂടി, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു, ഒന്നും വേണ്ട, ഞാൻ ഒരു പാരസെറ്റമോൾ കഴിച്ചു, എൻ്റെ പനി കുറഞ്ഞു. അത് ഫാർമക്കോ ഡൈനാമിക് ആണ്. എന്തുകൊണ്ട്? ആ മരുന്ന് കഴിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ ബോഡിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ആ ഡ്രഗ് നമ്മുടെ ബോഡീൻ്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഫാർമക്കോ ഡൈനാമിക്. ഓക്കെ, അത് ഫിസിയോളജിക്കൽ ആവാം, ബയോകെമിക്കൽ ആവാം, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കൊണ്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത്, റൈറ്റ്. സോ ഹിയർ വി ഹാവ് ടേക്കൻ എക്സാമ്പിൾ. ഞാൻ സിമ്പിളായി പറയാം. ഇതിപ്പോൾ അഡ്രിനാലിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫാർമക്കോ ഡൈനാമിക്കിൽ നിങ്ങൾക്ക് കാണാം. ആ പച്ച ലൈൻ ഞാൻ വരച്ചിട്ടില്ല, അതിന് ശേഷം വേണം. ഓക്കെ, അപ്പോൾ അഡ്രിനാലിൻ കഴിക്കുമ്പോൾ, അഡ്രിനാലിൻ നമ്മൾ ബോഡിയിൽ എടുക്കുമ്പോൾ കഴിക്കാൻ പറ്റില്ല, അത് ഇഞ്ചെക്ഷൻ. ഓക്കെ, അപ്പോൾ അഡ്രിനാലിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ്സ് എൻ ഹോർമോൺ, റൈറ്റ്. സോ അഡ്രിനാലിൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവാറ്. ഓക്കെ, നമ്മൾ എടുത്തു, അത് പോയിട്ട് അതിൻ്റെ റിസെപ്റ്റേഴ്സ്, ഇഫ് യു ഡോണ്ട് നോ വാട്ട് റിസെപ്റ്റേഴ്സ് ആർ, ഡോണ്ട് വറി, വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഓക്കെ, അത് അതിൻ്റെ റിസെപ്റ്റേഴ്സിലാണ് പോയിട്ട് ആക്ട് ചെയ്യുക. ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിസെപ്റ്റേഴ്സ് എന്താണ്, ഒരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇതൊന്നും ഇവിടെ വേണ്ട, നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താ അറിയേണ്ടത്, അഡ്രിനാലിൻ പോയിട്ട് റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്ത് അതെന്താ ഉണ്ടാക്കുക പറഞ്ഞാൽ കാർഡിയാക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. കാർഡിയാക് പറഞ്ഞാൽ കാർഡിയം ഈസ് ആർ ഹാർട്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഹാർട്ട് ബീറ്റ് അങ്ങോട്ട് കൂടും. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂടും. ഹെപ്പാറ്റിക് ഗ്ലൈക്കോജെനോലൈസിസ്, ഹെപ്പാറ്റിക് ഇസ് ലിവർ, ഹെപ്പാറ്റോസൈറ്റ്സ് ആർ ലിവർ സെൽസ്. അപ്പോൾ ഹെപ്പാറ്റിക് ലിവർ റിലേറ്റഡ് ടു ലിവറിൽ ഗ്ലൈക്കോജെനോലൈസിസ് പറയുമ്പോൾ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, ലിവറിലുള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, വി ഗെറ്റ് ഗ്ലൂക്കോസ് അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ എന്താവും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ അഡ്രിനാലിൻ നമ്മൾ ബോഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടും. ഫസ്റ്റ്, ബിക്കോസ് ഇറ്റ് കോസസ് കാർഡിയാക് സ്റ്റിമുലേഷൻ. സെക്കൻഡ്, ഹെപ്പാറ്റിക് ഗ്ലൈക്കോജെനോലൈസിസ്. ഹെപ്പാറ്റിക് ഗ്ലൈക്കോജെനോലൈസിസ് ഉണ്ടാകുമ്പോൾ ബ്ലഡിലേക്കുള്ള ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസായി മാറി അത് ബ്ലഡിലേക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. അപ്പോൾ ദിസ് ഈസ് വാട്ട് അഡ്രിനാലിൻ ഈസ് ഡൂയിങ് ടു അവർ ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് എ ഡ്രഗ്, ഇറ്റ്സ് എ ഹോർമോൺ വിച്ച് ക്യാൻ ബി ടേക്കൻ ത്രൂ ഇഞ്ചെക്ഷൻസ് ആൻഡ് ഓൾ അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഫാർമക്കോഡൈനാമിക്സ്, വാട്ട് ഡ്രഗ് ഡസ് ടു അവർ ബോഡി. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് ഈസ് ഫാർമക്കോകൈനറ്റിക്സ്. ഫാർമക്കോഡൈനാമിക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇത്ര നേരം ഡ്രഗ് നമ്മുടെ ബോഡീൻ്റെ മേൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് ആയിരുന്നു. ഈ നമ്മുടെ ബോഡി വിൽ നോട്ട് സ്റ്റേ സ്റ്റിൽ, റൈറ്റ്. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അങ്ങനെ മിണ്ടാണ്ടിരുന്നോളാം പറഞ്ഞിട്ട് ബോഡി നോക്കി നിൽക്കില്ല. വാട്ട് ഇറ്റ് വിൽ ഡു, അതിന് എത്രയും പെട്ടെന്ന് പുറം തള്ളണം അല്ലേ, പുറം തള്ളിയേ തീരൂ. അതർവൈസ് ഇറ്റ് വിൽ ഗോ ഓൺ ക്രിയേറ്റിംഗ് ദറ്റ് എഫക്റ്റ് ഫോർ എ ലോങ് ടൈം. പക്ഷെ അത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളൊരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാവണം. എന്തുകൊണ്ടാണ്, ബോഡി അതിൻ്റെ മേലെ എന്തോ ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഫാർമക്കോകൈനറ്റിക്, what body does to the drug. Okay, now in this നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം, the word kinetics is always related to movement. Okay, movement. അപ്പോൾ നമ്മൾ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് എന്താവും, അത് നമ്മൾ കഴിച്ചു ഒരു ടാബ്ലറ്റ്, സപ്പോസ് വി ടുക്ക് എ ടാബ്ലറ്റ് വിത്ത് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ടാബ്ലറ്റ് കഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു, അത് നേരെ സ്റ്റമക്കിൽ പോവും. സ്റ്റമക്കിൽ നിന്ന് അബ്സോർപ്ഷൻ, അത് എന്താവും, ഡിസിൻറ്റിഗ്രേറ്റ് ഒക്കെ ചെയ്ത് അലിഞ്ഞ് എന്താവും, അബ്സോർബ് ആവും ഫ്രം സ്റ്റമക്ക്. പിന്നെ ചിലപ്പോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ പോയിട്ട് അബ്സോർബ് ആവും കംപ്ലീറ്റ്ലി. അബ്സോർബ് ആവാത്ത ബാക്കി ഫീക്കസിൽ കൂടെ പുറത്തു പോകും. ഓക്കെ, ഈ അബ്സോർബ് ആയിക്കഴിഞ്ഞാൽ അവിടെ എത്തുക. ഫസ്റ്റ് പോയിന്റ് ഇസ് അബ്സോർപ്ഷൻ അല്ലേ, അബ്സോർബ് ആയി, ഫൈൻ. അതിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മൾ നോക്കണം കേട്ടോ, ഡ്രഗിൻ്റെ മൂവ്മെൻറ്റ്. ഡ്രഗ് മൂവ് ചെയ്ത് അബ്സോർബ് ആയിട്ട് ബ്ലഡിലെത്തി. ഇനി ബ്ലഡിലൂടെ അത് പല സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും അല്ലേ. ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ത്രൂ ബ്ലഡ് അല്ലേ. ഓക്സിജൻ എത്തുന്ന പോലെ തന്നെ ഡ്രഗും എത്തും. ഓക്കെ, ഇറ്റ് ഈസ് പിന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, ബ്ലഡിൽ തന്നെ ചില പ്രോട്ടീൻസ് ഉണ്ട്. എക്സാമ്പിൾ ഇസ് ആൽബുമിൻ. അപ്പോൾ അത് എന്ത് ചെയ്യും, അതിലൂടെ ബൈൻഡ് ചെയ്ത് നിൽക്കാം. അതുകൂടാതെ ബാക്കി ഫ്രീ ആയിട്ടുള്ള ഡ്രഗ് ഇങ്ങനെ ട്രാൻസ്പോർട്ടായിട്ട് ഓരോ സ്ഥലത്തേക്ക് എത്തും.
ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്. ഇനി അത് ഓരോ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? അതിനെ മെറ്റബലൈസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ മോളിക്യൂൾ ഉണ്ടല്ലോ, അത് എന്താണ്, ബോഡിയിലൂടെ ഇങ്ങനെ പോയിട്ട് ബോഡി അതിനെ മെറ്റബലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഫ്രം എ ടു ബി. എ ടു ബിയിലേക്ക് ഫോമിനെ ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യുമ്പോൾ മെറ്റബലൈസ് ചെയ്ത് വേറൊരു സംഭവമാക്കി മാറ്റും. അതെന്തിനാ വെച്ചാൽ ബോഡിക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ, പുറത്തേക്ക് തള്ളാൻ സുഖത്തിന്. ഇപ്പം നമ്മൾ എടുക്കുന്ന മിക്ക ഡ്രഗും എന്തായിരിക്കും? ചിലപ്പോൾ ലിപ്പോഫിലിക് ആയിരിക്കും. അതിനെ ഹൈഡ്രോഫിലിക് ആക്കി മാറ്റണം. എന്തിന്? പുറം തള്ളാൻ. സോ ദാറ്റ് ഈസ് മെറ്റബോളിസം, കൺവേർട്ടിങ് ഇറ്റ് ഫ്രം എ ടു ബി ഇൻ ഓർഡർ ടു എക്സ്ക്രീറ്റ് ഇറ്റ് ഫോർ ഈസ് ഓഫ് എക്സ്ക്രീഷൻ. ഓക്കെ, പുറത്ത് എലിമിനേറ്റ് ചെയ്യാൻ, ഈസ് ഓഫ് ടു എലിമിനേറ്റ് ഇറ്റ് ഈസിലി. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഈസ് അതിനങ്ങനെ മാറ്റിക്കഴിഞ്ഞ് അതിനെന്ത് ചെയ്യും? പുറത്തുള്ളൂ അല്ലേ? അപ്പോൾ എലിമിനേറ്റ് ചെയ്യും ബോഡിയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ, മെയിൻലി ത്രൂ യൂറിൻ. ഓക്കെ, പിന്നെ നമ്മുടെ എന്താണ് റെസ്പിറേഷൻ ത്രൂ ആവാം, സ്വെറ്റ് ത്രൂ ആവാം. ദ ഡിഫറെൻറ്റ് ways to eliminate a drug from body. The major one is what? Through urine. ഓക്കെ, പല രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മേജറായിട്ട് യൂറിനിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 things comes under pharmacokinetics. വാട്ട്? അബ്സോർപ്ഷൻ വരും, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വരും, മെറ്റബോളിസം വരും, എലിമിനേഷൻ വരും. ഓക്കെ, so this is pharmacokinetics. Fine, hope you have understood it. So in next classes we'll deal with other definitions. Okay, so thank you for watching. God bless you.